രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. നമസ്കാരം. സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ശ്രീമദ് വാൽമീകി രാമായണത്തിൽ സീത പരുഷവചനം ലക്ഷ്മണനോട് പറയുന്നിടത്താണ് നമ്മൾ നിർത്തിയത്. വൈറ്റത്ത് അടിച്ചുക കൂടി ചെയ്തു. വളരെ കിരാതമായിട്ടുള്ള ഒരു പെരുമാറ്റമാണ് സീതയുടെ ഭാഗത്തു നിന്നുണ്ട്. ഒരു പക്ഷേ ഈ രാമായണത്തിൽ മുഴുവൻ നോക്കിയാലും സീതയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഈ ഒരൊറ്റ സന്ദർഭം ഒഴികെ അത്രയും മോശമായിട്ടുള്ളൊരു രീതിയിൽ തന്നെയാണ് സദാ സീതയെ ദേവീഭാവത്തിൽ ആരാധിക്കുന്ന ലക്ഷ്മണനോട് പറഞ്ഞത്. കുറച്ച് മോശം തന്നെയായി അത്. വേറൊരു സമയത്തും സീത അങ്ങനെ ഒരു രൂപം എടുക്കില്ല. അതിനുശേഷം പശ്ചാത്തപിക്കുന്നുമുണ്ട്. അപഹരിക്കപ്പെട്ടപ്പോൾ വേണ്ടായിരുന്നു. ഒരു നിമിഷം മായ ബാധിച്ചു. അതാണത് മായാസീതയാക്കിയത് എഴുത്തച്ഛൻ അധ്യാത്മരാമായണത്തിൽ. എന്തായാലും ആ സമയത്ത് തക്കം നോക്കി ലക്ഷ്മണൻ അവിടുന്ന് പോയല്ലോ. ഉടനെ സീതയുടെ വാക്ക് കേട്ട് അവിടുന്നാണ് പോയി. അത് സീതയുടെ നാശത്തിനായിരുന്നു. രാവണൻ ഈ തഞ്ചം നോക്കിയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. തയാ പരുഷമുക്തസ്തു കുപിതോ രാഘവാനുജ സ വികാംക്ഷൻ പൃച്ഛൻ രാമം പ്രസത്തേന ചിരാദിവാ. അവധി വേഗത്തോട് ഇട്ട് കുറച്ചങ്ങനെ വിഷമത്തോട് കൂടിയിട്ടാണ് ലക്ഷ്മണൻ കുപിതനായിട്ട് നിനക്കു നാശമെടുത്തിരിക്കുന്നു, ചണ്ഡി തടുത്തുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് പോയത്. ആ സമയത്താവട്ടെ രാവണൻ അടുത്തേക്ക് ഇങ്ങോട്ട് വരികയാണ്. ശ്ലഷ്ണകാഷായ സംബീതശിഖീ ഛത്രി ഉപാനഹി വാമേ ചാംസേവസജ്യാഥ ശുഭേ എഷ്ടികമണ്ഡലു. കമണ്ഡലു അതുപോലെ തന്നെ ദണ്ഡം, യോഗദണ്ഡ് ഇതൊക്കെ ഇടതുഭാഗത്ത് വാമഭാഗേ. ഇടതുഭാഗത്ത് ഇട്ട് കുടുമയുണ്ട്. അതുപോലെ തന്നെ വളരെ വൃത്തിയുള്ളതായിട്ട് കാഷായ വസ്ത്രം സന്യാസിയാണ് എന്ന് സദാ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിൽ ആ വൈദേഹിയുടെ അടുത്തേക്ക് വരികയാണ്. കുടുമയൊക്കെയുണ്ട്. കുടുമ വെച്ചിട്ടും കുട പിടിച്ചിട്ടും ഒരു കുടയൊക്കെ പിടിച്ചും കൊണ്ടാണ്. ഏത് പ്രകാരത്തിലാണ് ഇവിടെ ഒരു ഉപമ പറഞ്ഞത് വെച്ചാൽ സൂര്യചന്ദ്രന്മാരില്ലാത്ത സന്ധ്യയെ ഇരുട്ട് ബാധിക്കുന്നത് പോലെ. ഉപമകളൊക്കെ ഉണ്ട് ഈ കാവ്യത്തിൽ. അതാണ് ഇവിടെ പറഞ്ഞത്. താമസാദി അങ്ങനെ ഒരു സന്ധ്യ എപ്രകാരത്തിലാണ് സൂര്യചന്ദ്രന്മാരില്ലാത്തപ്പോൾ ആ ഇരുട്ട് രഹിതാം സൂര്യചന്ദ്രാഭ്യാം സന്ധ്യാമിവ മഹത്തമ. ഇരുട്ട് എപ്രകാരം സന്ധ്യയെ സൂര്യചന്ദ്രന്മാരില്ലാത്തപ്പോൾ പ്രാപിച്ചുവോ. സന്ധ്യ എന്ന് പറയുന്നത് അവിടെ ഒരു സ്ത്രീയായിട്ടൊക്കെ ഉപമിക്കുകയാണ് വെച്ചാൽ ഇരുട്ട് വന്ന് ഗ്രസിക്കുക എന്ന് പറയുള്ളൂ. സൂര്യചന്ദ്രന്മാരുള്ളപ്പോൾ പറ്റില്ല. ഇല്ലാത്തപ്പോൾ എപ്രകാരം സൂര്യചന്ദ്രം രഹിതാം സൂര്യചന്ദ്രാഭ്യാം അതേപോലെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നു എന്ന് പറയുകയാണ്. സന്യാസി ആയതുകൊണ്ട് സീത ഒന്നും തെറ്റിദ്ധരിച്ചില്ല. അതുപോലെ തന്നെ ചന്ദ്രനില്ലാത്ത രോഹിണിയെ രാഹു എന്ന് വിഴുങ്ങുന്നത് പോലെ, ചന്ദ്രനുള്ളപ്പോൾ പറ്റില്ല എന്നാണ്, ചന്ദ്രനില്ലാത്തപ്പോൾ ചെയ്ത പോലെ ഈ രാവണൻ എത്ര നല്ല വേഷം കെട്ടിയിട്ടും കാര്യമുണ്ടോ? ഉള്ളിൽ മുഴുവൻ ദുഷ്ടത്തരം കാപട്യമാണ്. പ്രകൃതി പോലും ഭയന്നു എന്ന് പറയും. അങ്ങനത്തെ ഒരാളെ കണ്ടപ്പോഴേ എന്താ ഇവന് ചെയ്തുകൂടാത്തത്? എന്ത് വേണമെങ്കിലും ചെയ്യാം. ഗോദാവരി നദി അടക്കം അതിനൊഴുക്ക് മെല്ലെയാക്കി എന്ന് പറയുകയാണ്. പേടിച്ചിട്ട്. ഭയം ഉണ്ടെങ്കിൽ നമ്മുടെ ഒന്നും ചെയ്യാൻ നമുക്ക് തോന്നില്ല. പെട്ടെന്ന് അങ്ങോട്ട് പേടിക്കാൻ ഭയം ഉണ്ടായാൽ അല്ലേ അവിടെ ഇവിടെ പറയണ സ്ഥിതിമിതം ഗന്ധുമാരേഭേവയാൽ ഗോദാവരി നദി പോലും പേടിച്ച് ഒഴുക്കിന് ശക്തിയില്ലാണ്ട് മെല്ലെ ഒഴുകുക. പേടിച്ചിട്ട് ശക്തി വേണ്ടേ? ഒഴുകണമെങ്കിൽ ശക്തി വേണം. ശക്തിയൊക്കെ പോയി. എന്തുകൊണ്ട്? ഭയന്നിട്ട്, ഇവനെ പേടിച്ചിട്ട്. ശനി ചിത്ര നക്ഷത്രത്തെ എന്ന പോലെ മെല്ലെ രാവണൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് തിങ്കൾ നേർമുഖിയായിട്ട് ഏറ്റവും സുന്ദരിയായിട്ട് നല്ല കണ്ണ് മുതലായിട്ടുള്ള മഞ്ഞപ്പട്ട് പാർത്തി സുന്ദരിയായിട്ട് താമരക്കണ്ണിയായിട്ടുള്ള ആ സീതയെ കണ്ട് രാവണൻ അനംഗപീഡിതനായി എന്ന് പറയുകയാണ്. കാമപരവശനായി.
അത്രയും സൗന്ദര്യമുള്ളതായിട്ടുള്ള ഒരു സ്ത്രീ വേറെ കണ്ടിട്ടനില്ല. അത് രാവണ പിന്നെയൊക്കെ വർണ്ണിക്കേണ്ടത് എന്നെ പോലെ ഒരുത്തിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അനങ്കശരപീഡിതനായ അനങ്കൻ കാമദേവനാൽ ആർത്തനായിട്ട് വേഗം ഇപ്രകാരം പറഞ്ഞു എന്ന് പറയാണ്. എന്തൊക്കെയാണ് രാവണൻ പറഞ്ഞത്? കമലാനാം ശുഭാമാലാം പത്മിനീപകിപതി ഹ്രീ കീർത്തിർ ശുഭാലക്ഷ്മി അപ്സരാവാ അശുഭാനല്ല ശുഭാനനെ. സുന്ദരമായിട്ടുള്ള നല്ല മുഖത്തോടു കൂടിയവളെ ലക്ഷ്മി അപ്സരാവ ശുഭാനനെ, വളരെ സുന്ദരമായിട്ടുള്ള മുഖത്തോടു കൂടിയിട്ടുള്ള സുന്ദരി എന്ന് വിളിക്കുകയാണ്. ശുഭാനനെ, നീ ആരാണ്? സാധാരണ ഒരു സന്യാസി ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തെ പ്രകീർത്തിക്കുമോ? മംഗളം ഭവതു സുയുഗസുമംഗലി ഭവ എന്നൊക്കെ അനുഗ്രഹിക്കുക, അങ്ങനെയൊക്കെയല്ലേ ചെയ്യുക? അല്ലെങ്കിൽ ഈശ്വരനെ സംബന്ധിക്കുന്ന ഒന്ന് രണ്ട് നാരായണമെന്നോ അമ്മയെ ദേവിയെ സംബന്ധിക്കുന്ന എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരിക. ഇതാ പറയൽ തന്നെ കള്ളത്തിലുണ്ട്. കമലാനാം ശുഭാം, നല്ല തരത്തിലുള്ള മാലകളൊക്കെ ചാർത്തി എപ്രകാരം ആ മഹാലക്ഷ്മിയെ പോലെ പത്മമാല ചാർത്തി ഇരിക്കുന്നു. ആ നീയെ ഹ്രീയാണോ കീർത്തിയാണോ ശ്രീ ആണോ ഒക്കെ ദേവിയുടെ പര്യായങ്ങളായിട്ട് പറയും. അല്ലേ ഭവനേഷു ലക്ഷ്മി പാപാത്മന എന്നൊക്കെ ദേവിമാർ. ഹ്രീ ആരാണ് ശ്രീ ആരാണ് ഒക്കെ ദേവി തന്നെ. ഹ്രീ ആണോ കീർത്തിയാണോ? അതുപോലെ തന്നെ ശുഭയായിട്ടുള്ള ലക്ഷ്മി ഭഗവതിയാണോ നീയെ? ശുഭാനനെ അല്ലയോ മംഗളം സ്വരൂപത്തോടു കൂടിയവളെ നീയെ ആരാണ്? താമരപ്പൊയ്ക പോലെ മാല ചാർത്തിയിരിക്കണു നീയെ. കണ്ട ഒരു താമരപ്പൊയ്കയാന്ന് തോന്നും. അത്രയധികം താമരപ്പൂ കൊണ്ടാണല്ലോ മാല. ഒരു താമര കൊണ്ടല്ല, പല താമരകൾ കൂടി അതിനെ നമ്മൾ താമരപ്പൊയ്കയോട് ഉപമിച്ചു. ഒക്കെ ശരിക്കും ലൗകിക ഭാവത്തിലാണ്. എന്താ അപ്പം അത് താമരത്തോട്ടോ അല്ലെങ്കിൽ താമരക്കുളോ എന്നൊക്കെ ആ മാല ഇങ്ങനെ അംഗീകരിക്കുക. സാധാരണക്കാരനാവാം, പക്ഷേ സന്യാസിക്ക് ചെയ്യുക അത് വല്ല ഔചിത്യമുണ്ടോ അവിടെ? എന്തായാലും താമരക്കുളമാണോ താമരപ്പൊയ്കയാണോ എന്ന് തോന്നുമാറി നീ ഈ പത്മമാല ധരിച്ചിരിക്കുന്നുവല്ലോ. മാത്രമല്ല സ്വർണ്ണവർണ്ണത്തിലുള്ള പീതശേലം പീതാംബരം ധരിച്ചിരിക്കുന്നു. ലക്ഷ്മിയാണോ അപ്സരസാണോ സുന്ദരി ആരാണ് നീ? വരാരോഹേ ഐശ്വര്യദേവതയാണോ ലക്ഷ്മി ആണോ നീയെ? നീ ഒരു സ്വൈരചാരിണിയാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ തന്നെ ഈ കാട്ടിൽ വന്നത്. ഇത്ര മുല്ലപ്പൂമുട്ട് പോലെയുള്ളതായിരിക്കുന്ന പല്ലുകൾ, അതുപോലത്തെ നല്ല കണ്ണുകളോട്, കറുത്ത കൃഷ്ണമണി. കൃഷ്ണമണിയുടെ ലക്ഷണം കറുപ്പാണ്. കറുപ്പല്ലാത്തതുണ്ടോ? ഉണ്ട്. തവിട്ട് നിറത്തിലുണ്ട്, ചാരക്കണ്ണുള്ളവളുണ്ട്, ഉള്ളവരുണ്ട് അല്ലേ? ഒന്നും കാണാൻ നമ്മൾ കറുത്ത കണ്ണുള്ള ആൾക്കാരെ പോലെ രസം ഉണ്ടാവില്ല. ഈ പൂച്ചക്കണ്ണി എന്ന് പറയും നമ്മൾ. അല്ലെങ്കിലോ വേറെ എന്തെങ്കിലും പറയാൻ പാടില്ല, ഒരാളെക്കുറിച്ച് പറയാൻ പാടില്ല. പക്ഷേ നമ്മൾ ചിലപ്പോൾ കുട്ടിക്കാലത്ത് അറിവില്ലാണ്ടൊക്കെ പറയും പൂച്ചക്കണ്ണാന്നൊക്കെ തെറ്റാണ്. അങ്ങനെ ഒരാളെ പറ്റി പറയാൻ പാടില്ല. എന്നാലും അത് രസമല്ല എന്നുള്ളതിന് ഇപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഏറ്റവും നല്ലത് കറുത്ത കണ്ണുള്ളവളേ, അസിതേക്ഷണ. അത് ഈ സംസ്കൃതത്തിൽ ഇടയ്ക്കിടയ്ക്ക് അസിതേക്ഷണ എന്നുള്ള പ്രയോഗം ഉണ്ടാവും. അസിതേക്ഷണ കറുത്ത കണ്ണുള്ളവളെ. തവിട്ട് നിറം ബാധിച്ചവരുണ്ടാവും കണ്ണിന്, അതൊക്കെ സൗന്ദര്യത്തിന് കുറവാണ്. വിശാലം ജഗനം പീതം ഒരു കരികരോപമവും. എവിടേക്കൊക്കെയാണ് രാവണൻ്റെ ശ്രദ്ധ പോകണമെന്ന് വെച്ചാൽ വിശാലം ജഗനം, കുറച്ചങ്ങനെ വിശാലമുള്ളതായിട്ടുള്ള അരക്കെട്ട്, എന്നാൽ ഒതുങ്ങിയ അരക്കെട്ട് എന്നും പറയും. അത് കുറച്ച് മുകളിലാണ്, ഈ വയറിൻ്റെ ഭാഗത്തായിട്ട് കുറയണം എന്നാണ് സൗന്ദര്യത്തിൻ്റെ ശരീരലക്ഷണം. പിന്നെ കുറച്ച് കൂടും, ഇങ്ങനെയാണ് വരിക. ഭാഗത്ത് കുറച്ച് അധികം ഉണ്ടാവും, പിന്നെ നടുവിൽ കുറച്ച് കുറയും, പിന്നെ അരക്കെട്ട് ഇങ്ങനെ അല്ലേ? ശരിക്കും ഒരു ചെയ്ത് തെറ്റേന്നിട്ട പോലെ അങ്ങനെയാണ് അത്ര അറിയല്ലോ ശരീരത്തിൻ്റെ ആ ഒരു ഘടന വരിക. അപ്പം വയറിൻ്റെ ഭാഗത്ത് കുറയണം. ഇപ്പോൾ ആരോഗ്യശാസ്ത്രക്കാർ പറഞ്ഞത് വേസ്റ്റ് ലൈൻ കുറയ്ക്കണം ടോണ്. വേസ്റ്റ് ലൈൻ കുറച്ചില്ലെങ്കിൽ വേസ്റ്റ് ആവും. ഇവിടെ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അരക്കെട്ട്. അതിൻ്റെ കുറച്ച് താഴത്ത് കൂടും, നടുവിൽ കുറയണം. അതാണ് ഇവിടെ രണ്ടും ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഒതുങ്ങിയ അരക്കെട്ടുള്ളവളേന്ന് പറഞ്ഞു, വിസ്തരിച്ചിട്ടുള്ളതായ അരക്കെട്ടുള്ളവളേന്നും പറഞ്ഞു. രണ്ടും ഉണ്ട്, ശരിയാണ്. കുറച്ച് താഴത്തേക്ക് കൂടിയിട്ടും മുളയ്ക്കും കൂടി നടുവിൽ കുറഞ്ഞിട്ടും. അതാണ് ശരീരത്തിൻ്റെ ഘടന. ആരോഗ്യത്തിനും അതാണ് വേസ്റ്റ് ലൈൻ കുറയ്ക്കുക എന്ന് പറയുന്ന ആ സംഭവം ഇവിടെ ഉണ്ടായിരുന്നു. തുമ്പിക്കൈയിൻ്റെ ഒത്ത തുടകൾ. ഏതൊരാൾ പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ തുടയുടെ യഥാർത്ഥ ഷേപ്പ് മുകളിൽ നിന്ന് താഴത്തേക്ക് ക്രമമായിട്ട് കുറയണം. പെട്ടെന്ന് നിങ്ങളുടെ ഉരുള പോലെ പാമ്പഴ വിഴുങ്ങിയ പോലെ കൂടാനും കുറയാനും പാടില്ല. ക്രമത്തിലിങ്ങനെ കുറഞ്ഞു വരിക. അതാണത്രേ ക്രമപൃഥുല മനോജ്ഞേജ ജംഘേ നിഷേവേ എന്ന്
അഗ്രേ പശ്യാമിയിൽ ഭട്ടേരിപ്പാട് ക്രമപൃഥുലമാണ്. ക്രമം എവിടെയും ഒട്ടൊന്ന് കൂടുതലോ കുറയില്ല, ക്രമത്തിൽ ഇങ്ങനെ കുറഞ്ഞു വരുന്ന അങ്ങയുടെ കാൽവണ്ണ ഞാൻ മനസ്സിൽ കാണുന്നു, അല്ലെങ്കിൽ നേരിട്ട് തന്നെ കണ്ടിട്ടാണല്ലോ. അപ്പോൾ അതാണ് ക്രമപൃഥുലമായിരിക്കുന്ന. അതിന് തുമ്പിക്കൈ അങ്ങനെ, ആനയുടെ തുമ്പിക്കൈ ക്രമത്തിലാണല്ലോ കുറയുക, അല്ലേ? എവിടെയും കൂടുതൽ പെട്ടെന്ന് കുറയോ കൂടുകയോ ചെയ്യുണ്ടാവില്ല, ക്രമത്തിൽ. അതാണ് ഈ നാഗനാസോരു എന്ന് വിളിക്കും സ്ത്രീകൾ. നാഗനാസോരു, നാഗനാസം തുമ്പിക്കൈ. നഗം എന്ന് പറഞ്ഞാൽ ആന, നാസം അതിൻ്റെ തുമ്പിക്കൈ, അതിൻ്റെ പോലെയുള്ള തുടകളോട് കൂടിയവളെ. ഇപ്പം എവിടെയും പറഞ്ഞു തുമ്പിക്കൈനൊത്തതായിട്ടുള്ള നിൻ്റെ തുടകൾ, അതുപോലെ തന്നെ പനം തേങ്ങയ്ക്ക് ഒത്തതായിട്ടുള്ള നിൻ്റെ സ്തനങ്ങൾ, അതുപോലെ മനോഹരമായിട്ടുള്ള പല്ലുകൾ, മനോഹരമായിട്ടുള്ള കണ്ണുകൾ, എല്ലാ രീതിയിലും എൻ്റെ മനസ്സിനെ വല്ലാതെ ഇളക്കി തീർക്കുന്നു. സുന്ദരമായിട്ടുള്ള തലമുടി, സുന്ദരമായിട്ടുള്ള മെയ്യഴക് എല്ലാം എൻ്റെ സമനില പോലും തെറ്റിക്കുന്നു. സന്യാസി ഇങ്ങനെയൊക്കെ പറയുമോ? അപ്പം തന്നെ സീതയ്ക്ക് സംശയം തോന്നേണ്ടതാണ്. പക്ഷേ അതിഥിയല്ലേ എന്ന് വിചാരിച്ചിട്ട് അപ്പം തോന്നിയില്ല. നൈവദേവീന ഗന്ധർവീണ യക്ഷീണ ജകിന്നരി നൈവൻ രൂപാമയാ നാരി ദൃഷ്ടപൂർവാമഹീതലേ. രാവണൻ പറയണ, ദേവി ഗന്ധർവിയോ യക്ഷിയോ കിന്നരിയോ ഞാൻ ആ കൂട്ടത്തിൽ നിന്നെപ്പോലെ ഇതുപോലൊരു സ്ത്രീയെ മുമ്പ് കണ്ടിട്ടില്ല. ഇത് ചോദിച്ചു, ഈ രാക്ഷസ സംഗീതത്തിൽ നീ എങ്ങനെ വന്നു? രൂപമഗ്രന് പറയാണ്, സാ പ്രതികാമഭദ്രം തേ നത്തം വസ്തുമികാർഹസി രാക്ഷസാനാമയം വാസോ ഘോരാണാങ്ക്രൂരകർമ്മണം. ഈ ഘോരമായിട്ടുള്ള രാക്ഷസ സങ്കേതത്തിൽ ഇഹവാസശ്ച കാന്താരേ ചിത്തമുന്മദേന്ദിമേ, എങ്ങനെയാണ് നീ വന്നുപെട്ടത്? ആ സൗന്ദര്യം എന്നെ വല്ലാതെ മോഹിപ്പിച്ച് മതിപ്പിക്കണു എന്ന് പറയാണ്. ചിത്തം ഉന്മാദയന്തിമേ, എൻ്റെ ചിത്തത്തെ വല്ലാതെ അപഹരിക്കുന്നു. ഈ രാക്ഷസമയം ആയ സ്ഥലത്ത് എങ്ങനെയാണ് നീ വന്നുപെട്ടത്? രാക്ഷസാനാമയം വാസോ ഘോരാണാം, ഘോരമായിട്ടുള്ള രാക്ഷസ സങ്കേതത്തിൽ നീ എങ്ങനെ എത്തിച്ചേർന്നു? നല്ല മാളികകളിൽ സുഖമായിട്ടുള്ള ഭക്ഷണവും സുഖമായിട്ടുള്ള കിടപ്പ് മറ്റു രീതിയിലൊക്കെ കഴിയേണ്ടവളല്ലേ സത്യത്തിൽ നോക്കുകയാണ് വെച്ചാൽ നീയെ. പ്രാസാദാഗ്രാണി രമ്യാണി നഗരോപവനാനിച്ച, നീ വിഹരിക്കേണ്ടത് എവിടെയാണ്? നല്ല നഗരത്തിൻ്റെ നടുവിലുള്ള പാർക്ക് പോലെയുള്ള സ്ഥലങ്ങളിൽ, അതാണ് ഉപവനം. അങ്ങനത്തെ പാർക്കിലോ ധാരാളം ജനസമ്പാദമുള്ള സ്ഥലത്തോ ഭർത്താവിനോടുകൂടി കഴിയേണ്ടവളല്ലേ നീ. എങ്ങനെ ഒറ്റയ്ക്ക് ഈ കാട്ടിൽ രാക്ഷസന്മാരുടെ സങ്കേതത്തിൽ നീ വന്ന് പെട്ടു? ഭർത്താവ് തീർച്ചയായിട്ടും നിനക്കുണ്ടാവും, കിട്ടാൻ വല്ല വിഷമമുണ്ടോ? എന്നെ പോലെ സുന്ദരിയായിട്ടുള്ള ഒരാൾക്ക് ഭർത്താരഞ്ചവരം അന്യേ യുക്തമസിദേക്ഷണേ, പറ്റിയ ഒരു ഭർത്താവും നിനക്കുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണു. പിന്നെ അവളെ ആഗ്രഹിക്കാൻ പാടുമോ? വേറെ ഭർത്താവ് ഉണ്ടെങ്കിൽ നീ വല്ല ദേവതയോ മറ്റോ ആണോ? കാത്വം ഭവതി രുദ്രാണാം മരുതാം ബാവരാനനെ വസൂനാം ബാവരാരോഹേ ദേവതാ പ്രതിഭാസിമേ, നീ വല്ല ദേവതയാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഇവിടേക്ക് എങ്ങനെയാണ് എത്തിയത്? ഇവിടെ സാധാരണ നിലയ്ക്ക് നല്ലവരാരും വരില്ല. ഗന്ധർവന്മാരോ ദേവന്മാരോ കിന്നരന്മാരോ വരില്ല. ദുഷ്ടന്മാരായ രാക്ഷസന്മാരുടെ സഞ്ചാര സ്ഥാനമായിരിക്കുന്ന ഇവിടെ നീ എങ്ങനെയാണ് എത്തിച്ചേർന്നത് എന്നൊന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ശാഖാമൃഗാസിംഹ, ഇവിടെ ഉള്ളത് ആരൊക്കെ അറിയോ? കുരങ്ങന്മാർ, സിംഹങ്ങൾ, കുറുനരികൾ, ഇതൊക്കെയാണ് ഇവിടെ സാധാരണ ഉണ്ടാവുക. കരടി അതും ഉണ്ടാവാം. കരടി, സിംഹം, അതുപോലെ തന്നെ മാന, മൃഗം, അങ്ങനെയുള്ളതൊക്കെ അല്ലാതെ ഇവിടെ വേറൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്ത് എങ്ങനെ നീ എത്തിപ്പെട്ടു എന്ന് ഞാൻ അതിശയിക്കണു. നീ ഒറ്റയ്ക്ക് ഇങ്ങനെ സഞ്ചരിക്കുന്നത് എന്തിനാണ്? അതൊക്കെ ശരിക്കും അത്ര ശ്രദ്ധിച്ചില്ല സീത എന്ന് വേണം പറയാൻ. ഒരാളുടെ വർത്തമാനത്തിൽ നിന്ന് പെട്ടെന്ന് അയാളുടെ ഒരു ക്യാരക്ടർ ചിലർ മനസ്സിലാക്കും, ചിലർ മനസ്സിലാക്കില്ല. ശ്രദ്ധിക്കാതെ പോയിട്ടാവാം സ്വീകരണം കൊടുത്തത്, അല്ലെങ്കിൽ അപ്പം തന്നെ കടന്നു പോകാൻ പറയും. ഇതി പ്രശസ്ത വൈദേഹി രാവണേന ദുരാത്മന, പ്രകാരം പ്രശംസിക്കപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? ദിജാതിവേഷേണക്കി തം ദൃഷ്ടാരാവണമാഗതം, ഒറ്റയ്ക്ക് രാവണ വേഷത്തിൽ വന്നതായിട്ടുള്ള രാവണനെ രാവണനായി മനസ്സിലാക്കാതെ കണ്ട്,
രാവണനായിട്ട് അറിഞ്ഞില്ല. രാവണനാണ് ഇത് എന്നറിയാതെ ഇരിപ്പിടം കൊടുത്തു. ഒരാൾ വന്നാൽ പ്രധാനമായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഇരിക്കാൻ സ്ഥലം കൂടി ഇരിക്കൂ കേട്ടോ, ഇരിക്കൂ എന്ന് പറയണം. അതൊരു പ്രാഥമിക മര്യാദയാണ്. സീതയ്ക്ക് അതൊക്കെ അറിയാം, പാലിക്കാണ്ടിരിക്കൂല്ലല്ലോ. ഇരിപ്പിടം കൊടുത്തു, കാല് കഴുകാനുള്ള വെള്ളം കൊടുത്തു. സന്യാസി വര്യനാണ് രാവണനാവുക, സന്യാസി ഉപനയനം മുതലായതിലൊക്കെ ഉണ്ട്. അങ്ങനെ വെള്ളം കാല് കഴുകാൻ വേണ്ടിയിട്ട് കൊടുത്തു. കുറച്ച് നേരത്തിന് ശേഷം വന്യ വിഭവങ്ങൾ ഭക്ഷണമാക്കിയിട്ട് വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു. കായ കിഴങ്ങോ ഒക്കെ അല്ലേ അവിടെ കിട്ടുള്ളൂ. വന്യ വിഭവങ്ങൾ ആതിഥ്യം കൊടുത്ത് സ്വീകരിച്ചു. ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. ആഹാരം കഴിക്കാം, അങ്ങേക്ക് വിരോധമില്ലെങ്കിൽ. ദിജാതിവേഷേണ സമീക്ഷ്യമൈഥിലി സമാഗതം പാത്രകുസുംഭധാരിണാം അശക്യമുദ്ദേട്ടുമുപായ ദർശനാൻ നമന്ത്രയ ബ്രാഹ്മണവ തദാംഗന. കുലസ്ത്രീയായിട്ടുള്ള സ്ത്രീ ചെയ്യുന്നത് പോലെ വന്നവരോട് മര്യാദ കാണിക്കാൻ വേണ്ടിയിട്ട് അത് വേണമല്ലോ. ആ മര്യാദ പാലിച്ച് ഭക്ഷണങ്ങളോ ഒക്കെ ഒരുക്കിയിട്ടുണ്ട്, കഴിക്കാം എന്ന് വളരെ വിനയത്തോടു കൂടിയിട്ട് കുലകന്യക പറയണത് പോലെ പറയുകയാണ്. വന്യഭോജ്യങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇയം വ്യസീം ബ്രാഹ്മണ കാമമാസ്യതാം ഇതഞ്ച പാദ്യം പ്രതിഗൃഹ്യതാമിതി ഇതഞ്ച സിദ്ധം വനജാതമുത്തമം തദർത്ഥമവ്യഗ്രവിഹോപമുച്യതാം. ബ്രാഹ്മണ, ആ ഇരിപ്പിടത്തിൽ അങ്ങേക്ക് ഇരിക്കാം. കാല് കഴുകാൻ ജലം ഇവിടെ വെച്ചിട്ടുണ്ട്. കഴിക്കാൻ വന്യവിഭവങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെ ക്ഷണിക്കപ്പെട്ടപ്പോൾ സീതയെ കണ്ട് എന്ത് ചെയ്തു? തീരുമാനിച്ചു, ഇനി ഒട്ടും അമാന്തിക്കാണ്ട് ഇവളെ കൊണ്ടുപോവുക തന്നെ. ദുഷ്ടത്തരം മര്യാദയോടുകൂട്ടി സ്വീകരിക്കുന്ന അവളെ അപഹരിക്കാനാണ് ദുഷ്ടചിന്ത മനസ്സിൽ വന്നത്. തതത്വേഷം മൃഗയാഗതം ചതിം മൃഗാഗതം പതിം പ്രതീക്ഷമാണ സഖലക്ഷ്മണത്തതാ നിരീക്ഷമാണ ഹരിതം ദദർശതൽ മഹത്വനം നൈവതുരാമലക്ഷ്മണ. അതിനുശേഷം പറഞ്ഞു, ലക്ഷ്മണൻ എൻ്റെ ഭർത്താവായിട്ടുള്ള രാമനും രാമൻ്റെ സഹോദരനായിട്ടുള്ള ലക്ഷ്മണനും ഇപ്പോൾ അധികം താമസിയാണ്ട് വരും. അപ്പോൾ അങ്ങേക്ക് വേണ്ടവിടത്തോളം എന്തെങ്കിലുമൊക്കെ കയ്യിൽ മന്യ ഭോജനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവും, അതും കൂടി അങ്ങേക്ക് ഭക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞ് ചുറ്റുപാടും ഇങ്ങനെ നോക്കാൻ തുടങ്ങി. എന്താ രാമലക്ഷ്മണന്മാരെ കാണില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ നോക്കി. മൃഗയാഗതം, നായാട്ടിന് വേണ്ടി പോയതായിട്ടുള്ള രാമലക്ഷ്മണന്മാരെ കൂടെ ചുറ്റും നോക്കി അങ്കന തിരയുകയാണ് എന്ന് പറയണം. തിരഞ്ഞ് നോക്കുന്നു. ആ കാടല്ലാതെ ഒന്നും താൻ കണ്ടില്ല. കാട് അവിടെ ഉണ്ടായെന്നല്ലാണ്ട് രാമലക്ഷ്മണന്മാരെ കണ്ടില്ല എന്ന് പറയണം. അങ്ങനെ ആകുലപ്പെട്ടിട്ട് അങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ള സമയത്ത് ആരാണ് നീ എന്നങ്ങനെ ചോദിക്കുകയാണ്. രാവണൻ വിപ്രനാണ്, അതിഥിയാണ്. അപ്പോൾ ആരാണ് നീ, എന്താണ് ഇവിടെ തന്നെയാവാന്നുള്ള കാരണം ഒക്കെ ചോദിച്ചല്ലോ. പറഞ്ഞിട്ടില്ല വെച്ചാൽ ശപിക്കും. അപ്പോൾ സത്യം മറച്ചു വയ്ക്കുന്നത് ശരിയല്ല എന്ന് വിചാരിച്ചിട്ട് സീത സത്യം പറയാൻ തുടങ്ങി. ദുഃഖിതാജനകസ്യാഹം മൈഥിലസ്യ മഹാത്മന സീതാ നാംനാസ്മി ഭദ്രം തേ രാമഭാര്യ ദ്വിജോത്തമ. ഈ ദ്വിജോത്തമ ബ്രാഹ്മണോത്തമ എന്ന് വിളിച്ചുകൊണ്ട് പറയണം, ഞാൻ ജനക മഹാരാജാവിൻ്റെ മകളാണ്, രാമൻ്റെ പത്നി. അതേ സമയത്ത് കൗസല്യയുടെ സ്നുഷയാണ്. സുഷ എന്ന് പറഞ്ഞാൽ മകൻ്റെ പത്നി, അതാണ് ഞാൻ. പിന്നെ എന്തിനു വേണ്ടിയിട്ട് ഇവിടെ വന്നു? ആ കൈകേയി എന്ന് പറഞ്ഞിട്ട് രാമൻ്റെ മാതാവായിട്ട്, നേരെ മാതാവല്ല, ഒരു അമ്മയുണ്ടായിരുന്നു, 3 മാതാവാണല്ലോ. ആ കൈകേയി സ്വന്തം ഭർത്താവായിട്ടുള്ള ദശരഥനെ വഞ്ചിച്ചു. ഒരു വരം വേണം എന്ന് പറഞ്ഞു. ഞാൻ ഉണ്ണുകയോ ഉറങ്ങുകയോ ചെയ്യില്ല. നാത്യ ഭോക്ഷ്യേ നച സ്വപ്സിയേ, ഞാൻ ഉണ്ണുകയോ ഉറങ്ങുകയോ ചെയ്യില്ല. 2 വരം പണ്ട് തന്നതെനിക്ക് തരണം. എന്താണ് വരം? രാമനെ കാട്ടിലേക്ക് അയക്കുക, ഭരതൻ്റെ ശല്യങ്ങൾ മുഴുവനെ തീർക്കുക, ഭരതനെ രാജാവാക്കുക. അങ്ങനെ ഈ രാമന് നിശ്ചയിച്ചതായിട്ടുള്ള പട്ടാഭിഷേകം മാറ്റി കൈകേയി എന്ന ദശരഥ പത്നി എന്ന സത്യവും സീത മറച്ചു വയ്ക്കാതെ പറഞ്ഞു. എന്തിനാ പറഞ്ഞത്? പറഞ്ഞില്ലെങ്കിൽ ശപിച്ചാലോ. സന്യാസിയാണെന്നാണ് വിചാരിച്ചത്, രാവണനാണെന്ന് അറിയില്ലല്ലോ. സീതയ്ക്ക് ആ സമയത്ത് അറിയില്ല. അപ്പോൾ ശാപത്തെ ഭയന്ന് ആ സത്യം പറഞ്ഞു. ആ രാമനും ലക്ഷ്മണനും കൂടെ വന്നു. അവർ ഇപ്പോൾ നായാട്ടിനായിക്കൊണ്ട് പോയിരിക്കുകയാണ്. ഒക്കെ അറിയാൻ രാവണനായിട്ടുള്ള കള്ളന് എന്താ അറിയാത്തത്? അകറ്റിയതാരാ താൻ തന്നെ, പക്ഷെ അറിയില്ല എന്ന് നടിച്ചു. അറിയണ കാര്യം സീതയ്ക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് അവർ നായാട്ടിനായിട്ട് പോയിരിക്കുകയാണ്. ഇപ്പോൾ വരും എന്നങ്ങനെ പറഞ്ഞ് ആ കഥയും പറഞ്ഞ് അങ്ങനെ ഇരിക്കേണ്ട സമയത്താണ്
രാമൻ ലക്ഷ്മണനെ കാണുന്നു. എന്തിന് സീതയെ തനിച്ചാക്കി പോന്നു എന്ന് ചോദിക്കണു. ഈ സമയത്ത് സീതയെ അപഹരിച്ചു കൊണ്ടുപോവാണ് രാവണൻ. ആ രംഗം കണ്ട് അത്യധികം ദുഃഖിതനായി കുറച്ച് ചില ലക്ഷ്മണനെ കുറ്റാരോപണം അടക്കം ചെയ്ത് സീതയെ കാണാതെ തെരയേണ്ടി വരികയാണ് രാമന്. പൂർവന്നാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവസംഭാഷണം ബാലീ നിഗ്രഹണന്തമുദ്രധരണം ലങ്കാപുരീദാഹനം പശ്ചാത്രാവണ കുംഭകർണനിധനം നേതത്യ രാമായണം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദൈ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.